ഹാജിമാർക്ക് ഹജ്ജ് സമയങ്ങളിൽ മിനായിൽ നിന്ന് ജംറയിലേക്കും ജംറയിൽ നിന്ന് മിനായിലേക്കും കാൽനടയായി പോകാനുള്ള തുരങ്കങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഹാജിമാരുടെ സുഗമമായ യാത്ര സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 4 പ്രധാന തുരങ്കങ്ങളാണുള്ളത്. ധാരാളം തുരങ്കങ്ങൾ വേറെയും ഉണ്ട്. എന്നിരുന്നാലും 4 തുരങ്കങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അൽ മൊയ്സിം എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി വൺ വേ ട്രാഫിക് സിസ്റ്റമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഒരു തുരങ്കത്തിലൂടെ പോകാനും മറ്റൊരു തുരങ്കത്തിലൂടെ തിരിച്ചു വരാനുമാണ് ഇത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ധാരാളം എസ്കലേറ്ററുകളും എയർ കണ്ടീഷൻ സിസ്റ്റം, കൂളിംഗ് ഫെസിലിറ്റീസ് തുടങ്ങിയവയൊക്കെ ഇതിനകത്ത് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വിപുലമായ സൗകര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒരു ദൂരം നടന്നു കഴിയുമ്പോൾ അത്രയും ദൂരം തന്നെ എസ്കലേറ്ററിൽ പോകാം. ഫുള്ളായിട്ട് എസ്കലേറ്റർ അല്ല, 2 സൈഡിലും കാൽനടയായി പോകേണ്ടവർക്ക് അങ്ങനെയും പോകാം. 1990-ലെ ഹജ്ജ് വേളയിൽ തുരങ്കത്തിൽ വലിയ തോതിലുള്ള തിരക്ക് കാരണം വെന്റിലേറ്റർ സിസ്റ്റം തകരാറിലായതിനെ തുടർന്ന് പരിഭ്രാന്തരായ ജനങ്ങൾ തലങ്ങും വിലങ്ങും ഓടുകയും ചവിട്ടേറ്റും ശ്വാസം മുട്ടിയും ഒരുപാട് പേർ മരണപ്പെടുകയും ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് ഇപ്പോഴുള്ള വിപുലമായ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ളത്. CCTV ക്യാമറകളും സെൻസറുകളുമൊക്കെ ഇതിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. നല്ല കംഫർട്ടായിട്ട് നമുക്കിതിനകത്തൂടെ പോകാം. നല്ല കൂളിംഗ് ആണ്. പുറത്തെ ചൂടും ഒന്നും നമ്മൾ തീരെ അറിയുന്നതല്ല. തിരക്ക് കൂടുന്ന സമയത്ത് ആളുകൾ അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ ആധുനിക കൺട്രോൾ റൂം ഫെസിലിറ്റിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തുരങ്കം അവസാനിക്കുന്ന സ്ഥലത്ത് നിന്നും കാണുന്ന ഒരു ദൃശ്യമാണിത്. ജംറ പാലവും ജംറകളും ധാരാളം കൂടാരങ്ങളുമൊക്കെ കാണാം. മാഷാ അല്ലാഹ്, എല്ലാവർക്കും ഇവിടെ എത്താനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാരുന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.